ജനങ്ങളുടെ അറിയാനുള്ള അവകാശവും അതുപോലെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. എങ്കിലും ഔദ്യോഗിക രഹസ്യ നിയമം പോലുള്ളവയുടെ ചട്ടക്കൂട് ഉപയോഗിച്ച് സർക്കാർ സംവിധാനങ്ങളുടെ വിവരങ്ങൾ പൗരന്മാർക്ക് ലഭിക്കുന്നത് രാജ്യത്ത് തടയപ്പെട്ടിരുന്നു. തങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട സേവനങ്ങളും ആനുകൂല്യങ്ങളും പോലും ഇത്തരം നിയമങ്ങളുടെ മറ പിടിച്ച് തടയപ്പെടുന്ന സാഹചര്യം നിലനിന്നു പോന്നു. ഈ ഘട്ടത്തിലാണ് ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് പ്രസ്തുത സർക്കാരിനെ പിന്തുണച്ചിരുന്ന ഇടതു പാർട്ടികളുടെ നിർബന്ധത്തെ തുടർന്ന് 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിലായത്. എന്നാൽ പല വിധത്തിലും വിവരാവകാശ നിയമത്തെയും നടപ്പിലാക്കുന്നതിനുള്ള സംവിധാനങ്ങളെയും ദുർബലപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ ഉണ്ടായി. അതുപോലെ തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം തടയുന്നതിനും വിവരങ്ങൾ ലഭിക്കുന്നതിനുള്ള മറ്റൊരു ഉപാധിയായ മാധ്യമ സ്വാതന്ത്ര്യം നിയന്ത്രിക്കുന്നതിനും നീക്കങ്ങൾ നടക്കുന്നു. അതിന്റെ 2 ഉദാഹരണങ്ങളാണ് വിവരാവകാശ കമ്മീഷൻ മേധാവി സ്ഥാനമുൾപ്പെടെ ഒഴിഞ്ഞുകിടക്കുന്നതും അദാനി ഗ്രൂപ്പിനെതിരായ വാർത്തകൾ നീക്കണമെന്ന കേന്ദ്ര വാർത്താവിനിമയ വകുപ്പിന്റെ നിർദ്ദേശവും. അദാനി ഗ്രൂപ്പ് നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ ആവിർഭാവത്തോടെ ശക്തി പ്രാപിച്ച കോർപ്പറേറ്റ് സംരംഭമാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദി അധികാരത്തിലേറിയതിനു ശേഷം അവർക്ക് വഴിവിട്ട നിരവധി സഹായങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സ്ഥാപനപരമായ സൗകര്യങ്ങളും പ്രകൃതി വിഭവങ്ങൾ ചൂഷണം ചെയ്യുന്നതിനുള്ള അവകാശങ്ങളും നൽകുന്നു എന്നതിനൊപ്പം തന്നെ അവരുടെ ക്രമക്കേടുകളോ അവിഹിത നടപടികളോ റിപ്പോർട്ട് ചെയ്യുന്നതിനും വിലക്കേർപ്പെടുത്തി വെള്ളപൂശുന്നതിന് ശ്രമിക്കുന്നു. US-ൽ അദാനിക്കെതിരെയുണ്ടായ തട്ടിപ്പ് കേസ് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങൾക്കു നേരെ നേരത്തെ കേന്ദ്ര സർക്കാരിൽ നിന്ന് നടപടികൾക്ക് ശ്രമങ്ങൾ ഉണ്ടായിരുന്നതാണ്. ഇതിന് പിന്നാലെയാണ് അസമിലെ ഖനി സമ്പത്തും മറ്റ് പ്രകൃതി വിഭവങ്ങളും അടങ്ങിയ ഭൂമി അനധികൃതമായി കൈയടക്കിയ നടപടി സംബന്ധിച്ച വാർത്തകൾ നീക്കണമെന്ന നിർദ്ദേശമുണ്ടായിരിക്കുന്നത്. ന്യൂസ് ലോണ്ട്രി, ദി വയർ, HW ന്യൂസ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകൾക്കും പരഞ്ജോയ് ഗുഹ താക്കൂർത്ത, അജിത് അഞ്ചും, രവീഷ് കുമാർ തുടങ്ങിയ പത്രപ്രവർത്തകർക്കും കൊമേഡിയൻ ആകാശ് ബാനർജിക്കും അതുപോലെ 138 യൂട്യൂബ് ലിങ്കുകളും 83 ഇൻസ്റ്റഗ്രാം പോസ്റ്റുകളും നീക്കം ചെയ്യാനും നിർദ്ദേശം നൽകിയിരിക്കുന്നത്. അദാനി ഗ്രൂപ്പ് നൽകിയ ഹർജിയിൽ വ്യവസ്ഥാപിതമല്ലാത്ത നടപടിയിലൂടെയാണ് ഡൽഹി ഹൈക്കോടതി ഉത്തരവുണ്ടായത്. എതിർ കക്ഷികളെയെല്ലാം കേൾക്കാതെയുണ്ടായ ഉത്തരവിനെതിരെ ബന്ധപ്പെട്ട കക്ഷികൾ ഹർജി നൽകിയിരിക്കുകയാണ്. ഇതിനിടയിലാണ് കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന് ഏകപക്ഷീയ നിർദ്ദേശം പുറപ്പെടുവിച്ചത്. ഇതിനെതിരെ മാധ്യമപ്രവർത്തകരുടെ വിവിധ സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഡൽഹി ഹൈക്കോടതിയുടെയും കേന്ദ്ര വാർത്താവിനിമയ വകുപ്പിന്റെയും നടപടി മാധ്യമ സെൻസർഷിപ്പിന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യ നിയന്ത്രണത്തിനുമുള്ള ചുവടുവയ്പ്പാണെന്ന് എഡിറ്റേഴ്സ് ഗിൽഡ് ഉൾപ്പെടെയുള്ള സംഘടനകൾ കുറ്റപ്പെടുത്തുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിവരാവകാശ കമ്മീഷനെ ദുർബലപ്പെടുത്തുന്ന സമീപനം. UPA സർക്കാരിന്റെ കാലത്ത് കൊണ്ടുവന്ന വിവരാവകാശ നിയമത്തിൽ വെള്ളം ചേർക്കുന്നതിനും പ്രവർത്തനങ്ങൾ ദുർബലപ്പെടുത്തുന്നതിനും നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരമേറ്റതു മുതൽ ശ്രമിച്ചു വരുന്നുണ്ട്. നിയമത്തിലെ വകുപ്പുകളെയും ചട്ടങ്ങളെയും ദുർവ്യാഖ്യാനം ചെയ്ത് വിവരങ്ങൾ നൽകാത്ത നടപടി ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കമ്മീഷണർമാരും മതിയായ സംവിധാനങ്ങളും ഇല്ലാത്തതിനാൽ ഏകദേശം 26,000-ലധികം അപേക്ഷകളും അപ്പീൽ ഹർജികളും കെട്ടിക്കിടക്കുന്നുവെന്നും അധ്യക്ഷനെ നിയമിക്കുന്നതിൽ അലംഭാവം കാട്ടുന്നുവെന്നുമാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സംബന്ധിച്ച ഏറ്റവും പുതിയ വാർത്ത. 1 വർഷത്തിലധികമായി 8 കമ്മീഷണർമാരുടെ തസ്തിക കേന്ദ്ര വിവരാവകാശ കമ്മീഷനിൽ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഇവ നികത്തുന്നതിന് 1 വർഷം മുൻപ് അപേക്ഷ ക്ഷണിച്ച് നടപടികൾ തുടങ്ങിയെങ്കിലും നിയമനമായിട്ടില്ല. ഇതിനു പുറമെയാണ് അധ്യക്ഷ പദവിയും ഒഴിഞ്ഞിരിക്കുന്നത്. 11 വർഷത്തിനിടെ 7ാം തവണയാണ് അധ്യക്ഷ പദവി ഒഴിഞ്ഞുകിടക്കുന്നത്. അധ്യക്ഷനായ ഹീരാലാൽ സമരിയ കഴിഞ്ഞ ആഴ്ച വിരമിച്ചതോടെയാണ് ഇത്തവണ ഒഴിവുണ്ടായത്. ഇത് മുൻകൂട്ടി കണ്ട് മെയ് മാസം അപേക്ഷ ക്ഷണിച്ചുവെങ്കിലും അനന്തര നടപടികൾ പൂർത്തിയാക്കിയില്ല. ഈ വിധത്തിൽ വിവരാവകാശ കമ്മീഷനെ നോക്കുകുത്തിയും ദുർബലവുമാക്കുകയാണ് BJP സർക്കാർ. ഭരണഘടന നൽകുന്ന അഭിപ്രായ വിവരാവകാശ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്ന കേന്ദ്ര സമീപനമാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. യഥാർത്ഥത്തിൽ സ്വേച്ഛാധിപത്യ സർക്കാരുകൾ അഭിപ്രായങ്ങളെയും വിവരവിനിമയത്തെയും ഭയപ്പെടുന്നുവെന്ന് തെളിയിക്കുന്നതാണ് ഈ 2 സമീപനങ്ങളും.